ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവത്തോട് ഒപ്പമുള്ള ജീവിതമാണ് നമ്മൾ കണ്ടു. ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തിക്ക് യഥാർത്ഥമായ സ്വാതന്ത്ര്യമില്ല. കാരണം ആ വ്യക്തിയെ സ്വാധീനിക്കുന്നത് തിന്മയാണ്. തിന്മ നിയന്ത്രിക്കുന്ന വ്യക്തി ഫ്രീ അല്ല. അവൻ എന്തോരം തടിയുണ്ടെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും അവൻ്റെ പുറകിൽ തിന്മ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈസ് നോട്ട് ഫ്രീ. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ആഗ്രഹിക്കുന്നത് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ പറയും എനിക്ക് സ്വാതന്ത്ര്യം വേണം. പൗലോസ് പറയുന്നുണ്ട്, ഇത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ട് കണക്കാക്കരുത്. ഹല്ലേലൂയ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ദൈവ മക്കൾ ജീവിക്കുന്നത് പോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമാണ്. വിശുദ്ധ ബൈബിളിൽ പൗലോസ് കോരിന്തോസ്കാർക്ക് എഴുതിയ ലേഖനത്തിലും റോമാ ലേഖനത്തിലും ആവർത്തിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നൊരു വാക്കാണ്. അവിടുന്ന് അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നൽകി എന്നാണ് പറയുന്നത്. അച്ചാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും പറയോ? അച്ചാരം. ആ ചാരം അല്ല, അച്ചാരം എന്ന് പറഞ്ഞാൽ അവിടുന്ന് അച്ചാരമായി പരിശുദ്ധാത്മാവിനെ നമ്മിലേക്ക് വർഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അഡ്വാൻസായി, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻ്റായി, ഗ്യാരണ്ടിയായി പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വീട് മേടിക്കാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഓടിപ്പോയി നമ്മൾ അഡ്വാൻസ് കൊടുക്കും. എന്തിനാണ്? ആ വീട് വേറെ ആരും വാങ്ങിക്കാതിരിക്കാനാണ്. ദൈവം തൻ്റെ ആത്മാവിനെ നമുക്ക് നൽകിയിട്ട് നമ്മളോട് പറയാണ്, നീ എൻ്റെയാണ്. അതുകൊണ്ട് മാമോദീസ സ്വീകരിച്ച എല്ലാ മക്കളുടെയും ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതിന് വഴിതെറ്റി പോകുമ്പോൾ പറയും, നീ എൻ്റെയാണ്. അതുകൊണ്ടാണ് എത്ര ഉഴപ്പി നടക്കുന്നവന് എത്ര അകന്നു പോയാലും നമുക്കൊരു സമാധാനക്കേട് ഉണ്ടാവും. ഒരു സമാധാനമില്ല, സ്വസ്ഥതയില്ല. അതിൻ്റെ കാരണം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയും, നീ ദൈവത്തിൻ്റെയാണ്, ദൈവത്തിൻ്റെ മകനും മകളുമാണ്. യൂറോപ്പിലെ അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യയിലെ യൂത്ത് മിനിസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യൂത്തിൻ്റെ ഒപ്പം നടക്കുമ്പോൾ ഭയങ്കരമായ ഒരു സന്തോഷം തോന്നിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യം വളരെ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എടുത്തുപയോഗിക്കുന്ന ഒരു ഗ്രൂപ്പാണ് യൂത്ത്. എന്തുകൊണ്ടാണെന്നറിയാം? ഈ പ്രായത്തെ ദൈവം അനുഗ്രഹിച്ചിട്ടുള്ള പ്രായമാണ് നിങ്ങളുടെ പ്രായം. കാരണം ഈശോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ തിരഞ്ഞെടുത്തൊരു പ്രായമാണ് നിങ്ങളുടേത്. ഈശോയുടെ പരസ്യ ജീവിതത്തിലേക്കുള്ള ഒരുക്കവും പരസ്യ ജീവിതത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് ഒരു യൂത്തിൻ്റെ പ്രായമാണ്. ഈശോ ഈ ലോകത്തെ രക്ഷിക്കാനുള്ള ഒരുക്കം നടത്തിയ പ്രായമാണ് നിങ്ങളുടേത്. ഹല്ലേലൂയ. ഈശോ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ്? 33 വയസ്സിലാണ്. ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിന് വേണ്ടി ഏറെ നാൾ ഒരുങ്ങി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് റിഡംറ്റീവ് ഏജ് ആണ്. റിഡംറ്റീവ്. യുവജനങ്ങൾക്കൊപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ ഔട്ട്സൈഡ് ഇന്ത്യയിലെ, പ്രത്യേകിച്ച് യൂറോപ്പിലെ, അവിടെ ജനിച്ചു വളർന്ന യൂത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്. എന്തൊരു ഫയറാണ് അവർക്ക്, എന്തൊരു തീയാണ്. ദൈവിക കാര്യങ്ങൾക്ക് ഭയങ്കരമായ ഒരു തീക്ഷ്ണതയുള്ള ഒരു ജനത ഉണ്ട്.